എല്ലാവർക്കും നമസ്കാരം. ദേവരയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ധ്യാന രീതിയെ കുറിച്ച് തന്നെയാണ്. ഒരു ഇൻസ്റ്റന്റ് ധ്യാന രീതി. ഇൻസ്റ്റന്റ് ചിക്കൻ പൗഡർ, ഇൻസ്റ്റന്റ് സാമ്പാർ പൗഡർ, ഇതിനൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഇൻസ്റ്റന്റ് ഇഡ്ഡലി, ഇൻസ്റ്റന്റ് വെള്ളപ്പം. ഇൻസ്റ്റന്റ് എന്നുള്ളത് ഏറ്റവും തിരക്കേറിയ ഈ ജീവിതത്തിലെ ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ ഫുഡ് എല്ലാം അല്ലെ, നമുക്ക് ചുറ്റും എല്ലാം ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്, സഡൻലി റിസൾട്ട് ഉള്ളത്, അതിനോടാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം. ധ്യാനം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിക്കാൻ സാധ്യമല്ല എന്നും, സംഭവിച്ചു പോകുന്നതാണ്, ഒരിക്കലും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പലവട്ടം സൂചിപ്പിച്ചിട്ടുള്ള ഞാൻ തന്നെ ഇൻസ്റ്റന്റ് ധ്യാനത്തെ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ തീർച്ചയായും ഇൻസ്റ്റന്റ് ധ്യാനം എന്ന ഒരു കാര്യം നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ. തീർച്ചയായും നിങ്ങൾക്കത് ഉപകാരപ്രദമാകും, ഉറപ്പാണ്. ഇൻസ്റ്റന്റ് നമ്മൾ ആ പേര് പോലെ തന്നെ നമ്മളൊരു പ്രത്യേക സാഹചര്യമോ സ്ഥലമോ ഒക്കെ ഉണ്ടാക്കിയെടുത്ത് നമ്മൾ അതിന് മുൻപേ തയ്യാറായി അങ്ങനെയല്ല. മറിച്ച് നമുക്കൊരു അത്യാവശ്യ ഘട്ടം വരുമ്പോൾ, നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമുക്ക് സാധിക്കാനുള്ളതാണ് ഇൻസ്റ്റന്റ് ധ്യാനം. വളരെ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് മാത്രമേ വേണ്ടൂ അതിന്. ഒരു 5 മിനിറ്റ് സമയം നമ്മൾ കണ്ടെത്തിയാൽ ഒരു ദിവസം തന്നെ പലവട്ടം ഒരുപക്ഷെ നമുക്ക് ചെയ്യാൻ സാധിക്കും. എല്ലാ ദിവസവും ചെയ്യാൻ പ്രത്യേകിച്ച് സമയമൊന്നും കണ്ടെത്താതെ തന്നെ നമുക്ക് നമ്മൾ എന്ത് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായാലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒന്ന്. പക്ഷെ അതിന്റെ പ്രത്യേകത നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ റിസൾട്ട് അറിയാൻ സാധിക്കും. ധ്യാനത്തിന്റെ അതീന്ദ്രിയമായ മേഖലകളിലേക്ക്, തലങ്ങളിലേക്ക് ഒന്നും നമ്മൾ എത്തിച്ചേരുന്നില്ല. പക്ഷെ നമ്മളെ ഒന്ന് ശാന്തമാക്കാൻ, നമ്മൾ എന്താണോ ആ സമയത്ത് നമുക്ക് ആവശ്യമുള്ളത് അത് സാധിച്ചു തരാൻ ഈ ഇൻസ്റ്റന്റ് ധ്യാനത്തിന് സാധിക്കും. അപ്പൊ എന്താണ് ഇൻസ്റ്റന്റ് നോക്കാം. പേര് പോലെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് അതിനായി തയ്യാറാവാം. നമ്മൾ എന്ത് ജോലിയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ജോലിയിൽ അവിടെ വെച്ച് നിർത്തുക. എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതൊന്ന് സ്റ്റോപ്പ് ചെയ്യുക. അത് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ ധ്യാനത്തിലേക്ക് കടക്കാം. ഇനി ധ്യാനം എപ്പോഴാണ് ചെയ്യുക? നമുക്ക് പെട്ടെന്നൊരു ദേഷ്യം വന്നു, നല്ല ദേഷ്യം വന്ന് നിൽക്കുന്ന ഒരു സമയത്ത് നമുക്ക് നമ്മളെ ഒന്ന് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്ന് വിചാരിക്കും. ആ സമയത്ത് ഇത് ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാം. നല്ല ഭയം വന്നു, നമുക്ക് നല്ലൊരു പേടിയുള്ള ഒരു കാര്യമാണ്. നമ്മളെക്കാൾ വിവേകത്തെക്കാൾ വികാരത്തെക്കാൾ കൂടുതൽ നമ്മളെ ഭയമാണ് ഭരിക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പോഴും നമുക്കിത് ചെയ്തു നോക്കാം. അതുപോലെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും അല്ലെ? ഒരു ഇന്റർവ്യൂവിന് പോവാ, അല്ലെങ്കിൽ നമുക്ക് പരിചിതമല്ലാത്ത ഒരിടത്തേക്ക് നമ്മളൊരു ആവശ്യത്തിന് പോവാ, അങ്ങനെയൊക്കെയാകുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. ഉള്ളിലൊരു അകാരണമായ ടെൻഷൻ അല്ലെ? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, നമ്മൾ പ്രിപ്പയർഡ് ആണ്, അല്ലെങ്കിൽ നമുക്ക് അവിടെ പ്രത്യേകിച്ച് നെഗറ്റീവ്സ് ഒന്നുമില്ല. പക്ഷെ എന്നാലും നമ്മുടെ ഉള്ളിൽ ഒരു ടെൻഷൻ ഉണ്ടാവും. അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ നമുക്ക് ഈ ഇൻസ്റ്റന്റ് ധ്യാനം വളരെയധികം ഉപകാരം ഉണ്ടാവും. വളരെയധികം റിസൾട്ട്, വളരെ പെട്ടെന്ന് നമുക്ക് റിസൾട്ടും കിട്ടും. അപ്പൊ നമുക്കത് എങ്ങനെയാ ചെയ്യാൻ നോക്കാം. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പൊ നിങ്ങൾ നല്ല ഒരു ജോലി, നിങ്ങളുടേതായ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് നല്ലൊരു ടെൻഷൻ, അല്ലെങ്കിൽ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഈ നമ്മുടെ ഉള്ളിലെ ടെൻഷൻ കാരണം, അല്ലെങ്കിൽ ഒരു പേടി കാരണം നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ സംഭവം അവിടെ നിർത്തിവെക്കും. നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കാര്യം അവിടെ നിർത്തിവെക്കുന്നു. എന്നിട്ട് ഒന്ന് നിവർന്ന് നിൽക്കാം, അല്ലെങ്കിൽ ഇരിക്കാം. ഇരുന്നിടത്ത് എണീറ്റൊന്ന് നിൽക്കാം, അതല്ലെങ്കിൽ ഇരിക്കാം. നിന്നും ഇരുന്നും ഒക്കെ ഇത് ചെയ്യാം കേട്ടോ, അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക, ഒന്ന് ചുറ്റും ഒന്ന് നോക്കി, ഒന്ന് നമുക്ക് തന്നെ ഒന്ന് ആ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിന്ന് വിട്ടു പോവാം, അത്രയാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക, അതിനുശേഷം ഒന്ന് ഇരുന്ന് നമ്മള് ഒന്ന് കണ്ണടച്ച് ഒന്ന് നിവർന്നിരുന്നു. ആദ്യത്തെ ഘട്ടം നമ്മളുടെ ആ ഇരിപ്പാണ്. കൃത്യമായി നമ്മളൊന്ന് നിവർന്ന് കണ്ണുകൾ അടച്ച് ഒന്നിരിക്കുക. സ്വസ്ഥമായ ഒരു സ്ഥലം അന്വേഷിച്ച് പോകാനൊന്നും നമുക്ക് ഈ സമയത്ത് സാധ്യമല്ല. അതുകൊണ്ട് എവിടെയാണോ നമ്മളുള്ളത് ആ ഉള്ള സ്ഥലത്ത് കൃത്യമായിട്ട് നമ്മൾ ഇരിക്കുക, കണ്ണുകൾ അടച്ച് ഒന്നിരിക്കുക. ഇതാണ് ആദ്യത്തെ ഘട്ടം. ഇനി രണ്ടാമത്തെ ഘട്ടം, നമ്മൾ ആ ഇരുന്നിടത്ത് നിന്ന് നമ്മുടെ ശ്വാസം ഒന്ന് പുറത്തേക്ക് പോകുന്നതും അകത്തേക്ക് പോകുന്നതും ഒന്ന് ശ്രദ്ധിക്കാം. വളരെ സാവധാനം നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തു, ഒന്ന് ഹോൾഡ് ചെയ്തു. അതായത് 1 സെക്കൻഡ് 2 സെക്കൻഡോളം ഹോൾഡ് ചെയ്യും. ഒരു 4 സെക്കൻഡ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ
ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. കുറച്ച് ദീർഘമായിട്ട്, എന്നാൽ അതിദീർഘമായിട്ടല്ല താനും. പതുക്കെ ശ്വാസം ഉള്ളിലേക്ക് എടുത്തു. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാം. 2 സെക്കൻഡ്, 1-2 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്തു. വളരെ സാവധാനം ഒരു 6 സെക്കൻഡ്, 5-6 സെക്കൻഡ് എടുത്തുകൊണ്ട് പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. വളരെ പതുക്കെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, ഒന്ന് ഹോൾഡ് ചെയ്യുന്നു, സാവധാനം പുറത്തേക്ക് വിടുന്നു. ഇങ്ങനെ ഒരു 5-6 തവണ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഘട്ടം. വളരെ എളുപ്പമല്ലേ ചെയ്യാം. ഇനിയാണ് മൂന്നാമത്തെ ഘട്ടം. നമുക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവം ഈ മൂന്നാമത്തെ ഘട്ടത്തിലാണ്. അതെന്താന്ന് വെച്ചാൽ, ഈ കണ്ണുകൾ അടച്ച് നമ്മൾ ശ്വാസത്തെ പുറത്തേക്കും അകത്തേക്കും കൊണ്ടുപോകുന്നതിൽ നിന്ന് അതിലേക്ക് മാത്രമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. നമ്മളിപ്പോ ഇത് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ശ്രദ്ധ മറ്റു പല കാര്യങ്ങളിലും ആയിരിക്കും. പലപ്പോഴും ഉള്ളിലുള്ള ആ ഒരു ചിന്തയെ നമ്മൾ ഈ ശ്വാസത്തിലേക്ക് ബന്ധിപ്പിക്കാൻ നമുക്ക് സാധ്യമല്ല. കാരണം നമ്മൾ പല കാര്യങ്ങളിലേക്കായിട്ട് ശ്രദ്ധിക്കുകയായിരിക്കും. ഈ മൂന്നാമത്തെ ഘട്ടത്തില് നമ്മൾ 1 സെക്കൻഡ് സമയത്തേക്ക്, ജസ്റ്റ് ഫ്യൂ സെക്കൻഡ്സ്, അത്രയും മതി, ഒരു ഇത്തിരി സമയം നമ്മൾ ഈ ശ്വാസത്തിലേക്ക് മാത്രമായിട്ട് ശ്രദ്ധിക്കുക. അതായത് ദീർഘമായ ശ്വാസം എടുക്കുക. ആഴത്തിൽ, ഡീപ്പായിട്ട്, ദീർഘമായി നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഹോൾഡ് ചെയ്യുക. സാവധാനം ദീർഘമായി തന്നെ ശ്വാസം പുറത്തേക്ക് വിടാം. ഈ ദീർഘമായ ശ്വാസം എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ശ്രദ്ധ ഈ ശ്വാസത്തിലേക്ക് വരണം. അലസമായ ശ്വസനത്തിന്, സ്വാഭാവികമായി നടക്കുന്ന ശ്വസനത്തിന് നമ്മുടെ ശ്രദ്ധയുടെ ആവശ്യമില്ല. പക്ഷെ ദീർഘമായ ഒരു ശ്വസനത്തിനും നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നതിനും പുറത്തേക്ക് വിടുന്നതിനും, രേചകവും പൂരകത്തിനും രണ്ടിനും നമുക്ക് എന്ത് വേണം? നമ്മുടെ ശ്രദ്ധ വേണം. പ്രാണായാമത്തിന്റെ പ്രാണന്റെ ആ ഒരു മൂവ്മെന്റ്സിനെ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മൾ ധ്യാനത്തിലേക്ക് കടക്കുന്നത്. അതിലൂടെയാണ് നമ്മൾ ചിന്തകളെ നിയന്ത്രിക്കുന്നത്. ഇതിന്റെ പ്രാധാന്യം, ഈ ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഞാൻ ശാന്തമാണ്, എൻ്റെ മനസ്സ് ശാന്തമാണ്, ഞാൻ സുരക്ഷിതനാണ്, എൻ്റെ മനസ്സ്, എൻ്റെ ശരീരം സേഫാണ്, ഞാൻ സേഫാണ്, ഞാൻ കാമാണ് എന്നിങ്ങനെ പതുക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. വളരെ പതുക്കെ നമ്മുടെ മനസ്സ് അത് അംഗീകരിക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യും. ഒരു 10 തവണ മാക്സിമം, വളരെ സെക്കൻഡ്സേ വേണ്ടു ഇത് പറയാനും ചെയ്യാനും. ഒരു 10 തവണയോളം നിങ്ങൾ ഇത് ചെയ്യുക. അതിനുശേഷം ശരീരത്തെ ഒന്ന് അനക്കി ചലിപ്പിച്ചുകൊണ്ട്, പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണുകൾ തുറക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും മാറ്റം ഉണ്ടായിട്ടുണ്ടാവും. ഇൻസ്റ്റന്റ് ധ്യാനം എന്ന പേര് പോലെ തന്നെ നിങ്ങൾക്ക് സഡൻലി റിസൾട്ട് ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ വന്നിട്ട് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ മറ്റൊരു കാര്യവുമായി, ഇതുപോലെ നിങ്ങൾക്ക് പുതിയൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരോടും സ്നേഹം, നന്ദി.